ഹലോ, ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കട്ടൻ ചായയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചായ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ പുതുമയിലുള്ള ഒരു കട്ടൻ ചായയുടെ റെസിപ്പിയാണിത്. നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ ഈ കട്ടൻ ചായയും കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്നാക്കും കൂടിയായ നല്ല അടിപൊളിയാകും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ സോസ് പാനിലേക്ക് 2 കപ്പ് വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ വലിയ 2 കപ്പ് ചായയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ബബിൾസൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയൊരു കഷ്ണം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ബേ ലീഫാണ് ചേർക്കുന്നത്. ഇനി ഇത് രണ്ടിൻ്റെയും ടേസ്റ്റ് വെള്ളത്തിലേക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാകും. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു മീഡിയം കടുപ്പത്തിലാണ് കേട്ടോ എടുക്കുന്നത്. കട്ടൻ ചായ എപ്പോഴും ഒരു മീഡിയം കടുപ്പത്തിലെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. ഇനി കടുപ്പം കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചായയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ മധുരം എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര നനയുന്നത് വരെ വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്ത് ഒരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ഒരു ചായയുടെ റെസിപ്പിയാണിത്. നമുക്ക് കോൾഡ് അതുപോലെ തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ചായ കുടിക്കുന്നത് നല്ലൊരു ആശ്വാസമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് വരുന്നതാണ്. താങ്ക്